ഹലോ, നമസ്കാരം. ഞാൻ ബീന. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ ഉള്ള ഒരു കാരണം, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ റിപ്ലൈ ആയിട്ടാണ്. ആ വീഡിയോ ഇട്ടിരിക്കുന്നത് ദ ബിഗ് ബോസ് വിന്നറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും പൊളിറ്റിക്സിൽ വളരെയധികം സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളും ആയിട്ടുള്ള ഒരാൾ ഇട്ടിരിക്കുന്നതാണ്. അത് കണ്ടപ്പോൾ അതിന് റിപ്ലൈ ആയിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ആ വീഡിയോയുടെ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ ഒരു പ്രസവത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് പണ്ട് അമ്മമാർ അദ്ദേഹം അനുഭവിച്ച രീതിയിലാണ് പറയുന്നത്. പണ്ടുള്ള അമ്മമാർ പോയി 2 കിലോ ഇടിച്ചിട്ട് പ്രസവം കഴിഞ്ഞ് വന്നിട്ട് 2 കിലോ അരി ഇടിച്ചിട്ടൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള പ്രസവമെന്ന്. ഒരുപക്ഷേ അവരെ ഇടിച്ചിട്ടുണ്ടായിരിക്കും. പണ്ടത്തെ അമ്മമാർ ഒരുപാട് അനുഭവിച്ചതാണ്. അവരോട് വീട്ടിലുള്ളവർ, അവരുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ പറഞ്ഞു കാണും, അല്ലെങ്കിൽ നീ ഇതുപോലെ അല്ലെങ്കിൽ ജോലി ചെയ്തില്ലെങ്കിൽ പ്രസവം സുഖമാകുകയില്ല, സുഖപ്രസവം ആകുകയില്ല. സുഖപ്രസവം എന്നുള്ള പേര് തന്നെ ശരിയല്ല. അതൊരു സാധാരണ പ്രസവം എന്ന് അതിനെ പറയാൻ പറ്റും. സിസേറിയനും ഒന്നും ഓപ്പറേഷൻ അല്ലാതെ പ്രസവം ഒരിക്കലും സുഖമല്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പണ്ടുള്ള അമ്മമാര് ശരിയാണ്, അവര് പ്രസവിക്കാൻ പോകുന്നിടം വരെ വേദന തുടങ്ങിക്കഴിഞ്ഞു. പണ്ടൊക്കെ ഇങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഡെലിവറിയൊക്കെ എടുക്കുകയായിരുന്നു. പ്രസവം എടുക്കുന്ന സമയത്ത് അവരും പറയും, അനങ്ങിയില്ലെങ്കിൽ കുഞ്ഞ് വരാൻ പാടാ കേട്ടോ എന്ന്. അവർ ഈ വേദനയിലും അവർ സഹിക്കുമായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഒരുപാട് നല്ല മെഡിക്കലി അവർക്ക് ഹെൽപ്പൊക്കെ കിട്ടുന്നുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൂടി, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങൾ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് കാരണം കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ സ്ത്രീകൾ ഇച്ചിരൂടെ ഭാഗ്യവതികളാണ് നമുക്ക് പറയാം. അന്നുള്ള അമ്മമാർ അനുഭവിച്ചിരുന്നത് എനിക്ക് ഇപ്പോൾ ഓർത്തിട്ട്, അന്ന് കോൺട്രാസെപ്റ്റീവ് മെത്തേഡൊന്നും ഇല്ല. അവർക്ക് 1-2 കുട്ടികളും മതിയെന്ന് വിചാരിച്ചാൽ പോലും 7, 8, 12 വരെയാണ് ചെന്ന് നിൽക്കുന്നത്. അവർ ചിലപ്പോൾ 2 കുട്ടി കഴിയുമ്പോഴേ എനിക്കിനി അടുത്ത കുട്ടി വേണ്ടാന്ന് വിചാരിക്കുന്നതായിരിക്കും. പക്ഷേ ഈ സംവിധാനങ്ങൾ ഇല്ലായിരുന്നത് കൊണ്ടാണ് ഇത്രയും അവർ പ്രസവിച്ചിരുന്നത്, അല്ലാതെ പ്രസവം സുഖമായിട്ടല്ല. അപ്പോൾ ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്ന സമയം മുതൽ അവൾക്ക് കഴിക്കാൻ പറ്റുകയില്ല, കുടിക്കാൻ പറ്റുകയില്ല. എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചിലർ നല്ലപോലെ ആഹാരം കഴിക്കുന്നവരുണ്ട്. പ്രസവ വേദനയും കൂടുതലും കുറവുമുള്ളവരുണ്ട്. പക്ഷെങ്കിൽ എന്നിരുന്നാലും പ്രസവം അത്ര ഈസിയുള്ള ഒരു കാര്യമായിട്ട് അതിനെ ഇത്രയും നിസ്സാരമായിട്ട് പറഞ്ഞതിൽ സ്ത്രീ സമൂഹത്തിന് വളരെയധികം സങ്കടമുണ്ട്. ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാർ വീഡിയോസ് ഇടുമ്പം ദയവായിട്ട് മറ്റുള്ള ഒരു സമൂഹത്തെ മുഴുവൻ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ അത് ഇടരുത്. തന്നെയുമല്ല, ഇത് നമ്മുടെ വരും തലമുറയ്ക്കുള്ള ഒരു ഇത് സന്ദേശം കൂടിയാണ് കൊടുക്കുന്നത്. പ്രസവം നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് മെഡിക്കൽ ആവശ്യമില്ല. ഡോക്ടേഴ്സും പേരൻസും ഒക്കെ കൂടെ ഉണ്ടാക്കുന്ന ഇതുകൊണ്ടാണ് ആൾക്കാരെല്ലാം പേടിക്കുന്നതെന്നൊക്കെ. അത് അങ്ങനെയല്ല. നമ്മൾ ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മെഡിക്കൽ കെയർ കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ 2 കുട്ടികളും ജീവിക്കുകയില്ലായിരുന്നു. അത് മെഡിക്കൽ കെയർ കിട്ടിയോണ്ട് മാത്രമാണ് ജീവിച്ചത്. പ്രസവിക്കുമ്പം സി സെക്ഷൻ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗം ചിലപ്പോൾ മാംസം കണ്ടിക്കേണ്ടി വരും. ഇത്രയും കട്ടിയുള്ള മാംസം കണ്ടിക്കുമ്പോൾ നമുക്ക് പെയിൻ അറിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അതിലും വലുതാണ് പ്രസവ വേദന. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്ര എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എന്നാൽ കഴിവതിപ്പം ഞാൻ തന്നിരിക്കുന്നു. ഇനിയാണെങ്കിലും ആരെങ്കിലും ഇതുപോലിടുമ്പോൾ ചിന്തിക്കാതെ, 1 മിനിറ്റ് ചിന്തിക്കാതെ ഇതുപോലുള്ള വീഡിയോസ് ഇടരുത് എന്ന്. ഈ വീഡിയോ കൊണ്ട് ഞാൻ ആരെയെങ്കിലും ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ വീഡിയോ ഇടണമെന്ന് തോന്നിയോണ്ട് ഇട്ടെന്നേ ഉള്ളൂ. നന്ദി.